ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ മൈദ ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കി എടുത്തിട്ട് ആദ്യമേ ചുട്ടെടുത്തപ്പോൾ ദോശക്കല്ലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. മുട്ട പൊരിച്ചെടുത്തതിന് ശേഷം ദോശ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, കല്ലിലൊന്നും ഒട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൈദ ദോശ കൂടാതെ കണ്ട് ഒരു ചെറിയൊരു കാച്ചിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പുഴുങ്ങിയെടുത്ത് ദോശയ്ക്ക് കഴിക്കാനായിട്ട് കടലക്കറിയും വെച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാപ്പുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് നമുക്ക് നോക്കാവേ. അപ്പം മീൻ വാങ്ങിയിട്ട് വന്നിട്ട് അത് വങ്കടയായിരുന്നു, വങ്കട മീനാണ്. അപ്പോൾ വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ നല്ല ഫ്രഷ് മീൻ തന്നെയാണ് മോൻ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇനിയപ്പോൾ മീൻ വാങ്ങിച്ചാൽ ഇതുപോലെ നോക്കിയിട്ട് വാങ്ങണം, ചെകിളം നല്ല റെഡ് കളറാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് മീനായിരിക്കും. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്, തൊലിയൊക്കെ ഇളകി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം ഞാനത് ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വളമല്ലേ, പൂഴി കലങ്ങിയുള്ള വെള്ളമല്ലേ. അപ്പോൾ അത് ഞാൻ ഊറ്റി മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചതാണേ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൂർക്ക എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി നോക്കിയപ്പോൾ തന്നെ കണ്ട നന്നായിട്ട് തൊലി പോകുന്നുണ്ട്, നന്നായിട്ട് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ വേറെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനു അത് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചു കൂട്ടി നമ്മൾ മീൻ കറി വെക്കുമ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തോരൻ തന്നെയാണ്. അപ്പോൾ കൂർക്ക തോരൻ വയ്ക്കുന്നതാണ് കൂടുതൽ എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് മെഴുക്ക് പുരട്ടുന്നതാണ് ഇഷ്ടം. ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് അടച്ചിട്ടിട്ട് ഇനി ഞാൻ അടുപ്പത്തേക്ക് വയ്ക്കാൻ പോകുന്നത് മീൻ കറിയാണ്. അപ്പോൾ മീൻ കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉള്ളി എല്ലാം അരച്ചെടുത്ത് കറി കൂട്ടി അടുപ്പത്ത് വെച്ച് കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മാങ്ങയാണ്, പുളിയല്ല ചേർത്തത്, മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ കറിയിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചും കൂടെ എടുക്കണം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ. മീൻ ക്ലീനാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയത്. കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ കറി അടുപ്പത്തൊക്കെ വെച്ചത്. തലയിലിരുന്ന് തോർത്തഴിക്കാൻ മറന്നുപോയിട്ടാ. മീൻകറി ആയി വന്നപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. മോൾക്ക് എക്സാം ഉണ്ട്, എക്സാമിന് പോകാനായിട്ട് ചോറ് കൊടുക്കാൻ പോയണേ. ചോറ് കഴിയൊക്കെ കണക്കാണ്. ഇപ്പം മീൻകറിയും കൂർക്ക മെഴുക്ക് പുരട്ടിയും കൂട്ടിയാണ് കഴിക്കാൻ കൊടുത്തത്. ഒരു പിടി ഭാരത്തേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഈ വെയിലത്ത് സൈക്കിൾ ചവിട്ടി കോളേജ് വരെ പോകണം, അതിൻ്റെ ടെൻഷനും ഉണ്ട്. ഇപ്പോൾ രാവിലെ കോളേജിൽ പോകുന്ന വെച്ചാൽ അത്രയും വെയിലില്ല. ഉച്ചയ്ക്കൊക്കെ എക്സാം വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല വെയിലുമാണ്. അപ്പോൾ മോൻ ഇന്നിവിടെ ഇല്ല, മോൻ കൊച്ചിയിലാണ്. അതുകൊണ്ടാണ് മോൾക്ക് ഇന്ന് സൈക്കിൾ ചവിട്ടി പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ വണ്ടിയെ കൊണ്ട് ആക്കിയേനായിരുന്നു. അങ്ങനെ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ മോള് പോയതിന് ശേഷമാണ് ഞാനും അനുവും ചോറ് കഴിക്കുന്നത്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്ന് കടയിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ഇവർക്ക് ടൊമാറ്റോ റൈസ് വേണമെന്ന് 2 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്നാൽ ഉച്ച കഴിഞ്ഞ് കടയിൽ പോയി അതൊക്കെ വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ്. നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇരു സൈഡിലും നമ്മുടെ നാട്ടിൻപുറമാണല്ലോ, അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നടന്ന് ഞങ്ങൾ കടയിൽ ചെന്നിട്ട് കുറച്ച് പച്ചക്കറികളാണ് ആദ്യം മെയിനായിട്ട് മേടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെന്നത് ഭാഗ്യം ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പച്ചക്കറി വണ്ടി വന്ന് നല്ല ഫ്രഷ് പച്ചക്കറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാം നല്ല ഫ്രഷ് ഐറ്റംസ് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റി. പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കണ്ടിട്ടാണ് ഓരോ ഐറ്റവും വാങ്ങിയത്. പോയപ്പോൾ ഒരു കവറും കൊണ്ടാണ് പോയത്. പിന്നെ ലിസ്റ്റിൽ എഴുതിയത് കൂടാതെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയ ഒരു കവർ പോരാതെ വന്ന്. പിന്നെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് 2 കവർ കൂടെ തന്നിട്ട് പിന്നെ അതിലും കൂടെ സാധനങ്ങളൊക്കെ ആക്കിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ട് അതും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. അപ്പോൾ പച്ചക്കറി ഐറ്റംസ് എന്ന് വെച്ചാൽ അച്ചിങ്ങ, വഴുതനങ്ങ, ബീൻസ്, കോവയ്ക്ക, തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളായിരുന്നു കൂടുതലും വേണ്ടിയിരുന്നത്. പിന്നെ നമുക്ക് തേങ്ങ ഇല്ല, ഇനി തേങ്ങയും നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴി മക്കളോട് ഞാൻ പറയുവേ, എന്തെങ്കിലും ഒരു കൂട്ടം എനിക്ക് കടയിൽ നിന്ന് വാങ്ങാനുണ്ട്, നിങ്ങളിവിടെ നിൽക്കുന്നെന്നും പറഞ്ഞിട്ട് ഞാൻ കടയിൽ കയറും. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു കിറ്റ് നിറച്ച് സാധനമായിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. അതിന് ഇവരെപ്പോഴും എന്നെ ഇതും പറഞ്ഞ് കളിയാക്കാറുമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് വൈകുന്നേരത്തെ വിശേഷമാണ്. അപ്പം ഞാനിവിടെ ക്ലീനിങ്ങിലാണ്. അതായത് നമുക്ക് നാളെ കാണിച്ചുളങ്ങര അമ്പലത്തിൽ നിന്ന് പറ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീടും പരിസരവും
ചുറ്റുപാടൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കി ഇടണമല്ലോ. അപ്പോൾ വീടിനകത്ത് അനു ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വീടിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് കരികിലയൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ച് കരികിലയുണ്ട്. ആ കാണുന്ന മരങ്ങളുടെ ഇലകളെല്ലാം, അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളും എല്ലാം ഉണങ്ങി നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ ഉണക്ക് സമയമല്ലേ, ഇലകളെല്ലാം പൊഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വന്ന് വീണ് കിടക്കും. നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ വരണ്ടിക്കൂട്ടി കത്തിച്ച് കളയാറുണ്ട്. അപ്പോൾ നാളെ പറ വരുന്നത് കൊണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് കണക്കിലെടുത്ത് നല്ലൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യുന്നുണ്ടേ. അപ്പം ഞാനത് അവിടെ ക്ലീൻ ചെയ്തിട്ടിരുന്ന സമയത്ത് ഞാൻ ആ ചവറ് വാരി കൂട്ടുന്നതിൻ്റെ തൊട്ട് പറ്റ നിൽക്കുന്ന മരം എന്ന് വെച്ചാൽ മന്ദാരാണേ. മന്ദാരത്തിൻ്റെ ഇല 2 കമ്പ് ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു. ആ ഉണങ്ങി നിൽക്കുന്ന ആ കമ്പിൽ 2 ഇലകളിലായിട്ട് ഉറുമ്പിൻ്റെ കൂടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഉറുമ്പ് നിന്നത് ഉറുമ്പ് ആ ഇലയിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കഴുത്തേലും ഒക്കെ ഒത്തിരി ഉറുമ്പായി. മുകളിൽ നിന്ന് എൻ്റെ തലയിലൊക്കെ കയറി. അങ്ങനെ ഞാൻ ഉറുമ്പിനെയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ക്ലീനിങ് ആരംഭിച്ചത്. ഇതിന് പുറത്ത് ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ കിഴക്ക് ഭാഗത്തേക്ക് ഒത്തിരി ഇലകളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വലിച്ച് എടുത്തിട്ട് കിഴക്ക് വശം കൊണ്ടുപോയിട്ടൊന്ന് കത്തിച്ച് കളയാമെന്ന് വിചാരിക്കുന്നു. വീടിനകത്തുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അനൂപിന് ചായ ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പുറത്തുള്ള എൻ്റെ ക്ലീനിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനു വന്ന് ചായ കുടിക്കാനായിട്ട് വിളിച്ച്. പിന്നെ ഞാൻ പോയിട്ട് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ചായ കുടിക്കാനായിട്ട് ഇരുന്ന്. ഇനി ഒന്ന് മേല് കഴുകണം. പിന്നെ രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുത്ത സമയത്ത് ശരിക്കും കഷ്ടപ്പെട്ട്. കാരണം പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തും സ്ഥലം മാറി ഇരുന്നിട്ടൊക്കെയാണ് വോയിസ് കൊടുത്തത് കേട്ടോ. ചായയുടെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ കടയിൽ പോയി വാങ്ങിച്ച ഉണ്ണിയപ്പം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഉണ്ണിയപ്പം നമ്മൾ ഒരു പാക്കറ്റേ വാങ്ങിച്ചുള്ളേ. നല്ലതാണോ ഇല്ലേന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഇപ്പോഴാണേ. അപ്പോൾ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആദ്യം 2 ഓരോന്നേ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഉണ്ണിയപ്പം. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു 2 പാക്കറ്റ് വാങ്ങിക്കേണ്ടതായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണെന്നൊക്കെ. അങ്ങനെ ഓരോന്ന് എടുത്ത് തീരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതാണ് അവിടെ ചിരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.